പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പുതിയ ശൃംഖല തുടങ്ങുകയാണ്. ഇഗ്നോ അഡ്മിഷൻസും പ്രീ അഡ്മിഷൻസും ഇഗ്നോയിൽ എങ്ങനെയാണ് നമ്മൾ ജനറലായിട്ട് ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സ് ഡീൽ ചെയ്യുന്നത്, അതിനെപ്പറ്റിയൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ നമുക്കുണ്ട്. അപ്പം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരുണ്ട്. ഇന്ന് ഞാൻ ഡോക്ടർ എം രാജേഷ്, എൻ്റെ കൂടെ ഉള്ളത് സജിത്ത്. എൻ്റെ പേര് സജിത്ത് എന്നാണ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും മുഖ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിനെ പറ്റിയാണ്. ഇപ്പം നമുക്കറിയാം, മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഇപ്പം പണ്ട് SSLC കൈവരിക്കുന്ന പോലെ ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു എസെൻഷ്യൽ സർട്ടിഫിക്കേഷൻ പോലെ ആയിട്ടുണ്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി, അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ശരിക്കും ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ. ലോകം തന്നെ ഒരുപാട് അങ്ങ് മാറിയിരിക്കുന്നു. പണ്ട് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്കൂളിൽ പോവുക, തിരിച്ചു വരിക, അല്ലെങ്കിൽ കോളേജിൽ പോവുക, തിരിച്ചു വരിക, ക്ലാസ് എല്ലാ സമയവും അറ്റൻഡ് ചെയ്യണം. ടീച്ചർ വന്നില്ലെങ്കിൽ അന്നത്തെ ക്ലാസ് നഷ്ടമാവും. ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നല്ലേ നമുക്ക്. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ സയൻസ് സബ്ജക്റ്റ്, എസ്പെഷ്യലി നമ്മുടെ സയൻസ്, MSc, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയുള്ള കോഴ്സുകളെല്ലാം റെഗുലർ മോഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇഗ്നോയിൽ അത് ഡിസ്റ്റൻസ് മോഡിലും അത് ലഭ്യമാണ്. അത് വളരെ മറ്റു യൂണിവേഴ്സിറ്റികളിലൊന്നും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. അത് ഇഗ്നോയിൽ മാത്രമേ ഉണ്ടെന്ന് തോന്നുന്നു. അത് വളരെ ശരിയാണ് സജിത്ത് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റിൻ്റെ നേച്ചർ തന്നെ ഇപ്പം മാറി. പണ്ടത്തെ ഒരു സ്റ്റുഡൻ്റ് അല്ല ഇപ്പോൾ ഉള്ള. ഇപ്പോഴും ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പം വർക്ക് ചെയ്യുമായിരിക്കും, അദ്ദേഹത്തിന് വേറെ ഒത്തിരി കാര്യങ്ങൾ കാണും. പക്ഷേ അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ പ്രൊഫൈലൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ശ്രമിക്കും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ ഇഗ്നോ പോലത്തെ ഒരു സിസ്റ്റം വളരെയധികം ഉപയോഗകരമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മൾ പലപ്പോഴും ഇപ്പോൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൻ്റെ ആ പ്രവണത തന്നെ മാറി. ഇപ്പം കുട്ടികൾ, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വളരെ വ്യത്യാസമുള്ള ഒരു കാറ്റഗറിയാണ്. ചിലവർ 18 വയസ്സുള്ള കുട്ടികളുണ്ട്, ചിലവർ 90 വയസ്സുള്ള കുട്ടികളുണ്ട്. അപ്പം ഈ കുട്ടികൾ അവരുടെ ആവശ്യപ്രകാരം എടുക്കുന്ന കോഴ്സസ് അത് ഒത്തിരി വ്യത്യാസമുണ്ട്. അവരുടെ റിക്വയർമെൻറ്റ് വളരെയധികം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പ്രോഗ്രാംസും നമ്മളുടെ യൂണിവേഴ്സിറ്റിയും എല്ലാം തന്നെ അത് ഇവോൾവ് ചെയ്യണം, അല്ലേ? അതൊരു വലിയൊരു സത്യം തന്നെയാണ്. അപ്പം ഇഗ്നോ എന്ന് പറയുന്ന ഈ യൂണിവേഴ്സിറ്റി ഡെഫിനറ്റ്ലി ആ ഒരു പുതിയ ക്ലയൻറ്റീലിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മളുടെ കോഴ്സസ് ഡെവലപ്പ് ചെയ്യുകയും അത് ഇമ്പ്രൂവ് ചെയ്യുകയും ഒത്തിരി ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ആവശ്യക്കാർക്ക് അനുസരിച്ചുള്ള കോഴ്സുകൾ ഇഗ്നോ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും പുതിയ കോഴ്സുകൾ. ഇപ്പം തന്നെ ഡേറ്റ മാനേജ്മെൻറ്റ് എന്നൊരു പുതിയ കോഴ്സ് വന്നിട്ടുണ്ട്, MSc ഡാറ്റ. അത് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള കോഴ്സാണ്. അപ്പം PG തന്നെ പല വെറൈറ്റിയിലുള്ള കോഴ്സ്, ഇപ്പം മാനേജ്മെൻറ്റ് കോഴ്സായാലും സയൻസ് കോഴ്സായാലും ടെക്നോളജി കോഴ്സിലായാലും കമ്പ്യൂട്ടർ ബേസ്ഡ് കോഴ്സായാലും അങ്ങനെ ഒരു വിവിധ തരത്തിലുള്ള കോഴ്സുകൾ ഇഗ്നോ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് അവരുടേതായ കഴിവുകൾ അനുസരിച്ച് സ്കിൽ ഡെവലപ്പ് ചെയ്യാനും എല്ലാത്തിനും ഉപയോഗപ്പെടുത്തുന്ന കോഴ്സുകൾ ഇഗ്നോ നൽകുന്നുണ്ട്. വളരെ ശരിയാണ്. ശ്രീ സജിത്ത് പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. പിന്നെ നമ്മൾ ഇപ്പം പുതിയ ഒരു ജനറേഷൻ മാത്രമല്ല, ഈവൻ ഏർലിയർ ജനറേഷൻസിൽ ഉള്ള ഒരു പ്രോബ്ലം ആയിരുന്നു മെൻ്റൽ സ്ട്രെസ്. അത് പക്ഷേ പണ്ടെന്ന് പറഞ്ഞാൽ ആരും ഇതിനെപ്പറ്റി അത്രയും ചിന്തിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരിയധികം കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഈ മെൻ്റൽ സ്ട്രെസ്സിൻ്റെ ശരിക്കും അഫക്റ്റഡായി സൂയിസൈഡ്സും അതുപോലത്തെ പല പ്രവണതകൾ കാണിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം പക്ഷേ അത് സയൻറ്റിഫിക്കായിട്ട് സ്റ്റഡി ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ വിദഗ്ധമായി ഇൻഡെപ്ത് പോയി പഠിക്കാനായിട്ടുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇഗ്നോ പോലത്തെ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു ടോട്ടലി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് എടുക്കുന്നുള്ളായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇഗ്നോയിലെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിൽ നമുക്കൊരു വളരെ ക്ലിയറും പ്രിസൈസുമായിട്ടുള്ള ഒരു പ്രോഗ്രാം സ്ട്രക്ചറുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ MA സൈക്കോളജിയാണ്. അപ്പം ഈ MA സൈക്കോളജിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ഇരുന്നുകൊണ്ട് പറ്റത്തില്ല. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. പക്ഷേ കുറേയൊക്കെ കാര്യങ്ങൾ വീട്ടിൽ ഇരുന്ന് നമുക്ക് ആ പ്രോഗ്രാം പെർസ്യൂ ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുന്നത് ഹൗസ് വൈഫ്സിനൊക്കെയാണ്. ഹൗസ് വൈഫ്സ്,
പിന്നെ ഈ മെൻ്റൽ സ്ട്രെസ്സും ഡിസോർഡറുമായിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അത് മാത്രമല്ല ഈ മെൻ്റൽ സ്ട്രെസ്സും ഡിസോർഡേഴ്സും അതുപോലത്തെ കാര്യങ്ങളും ഒക്കെ കൂടുതൽ ഗഹനമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർക്കും ഈ ടൈപ്പ് പ്രോഗ്രാംസ് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. അതിനെപ്പറ്റി കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് ശ്രീ സജിത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് സൈക്കോളജി പരമായിട്ട് നമുക്ക് 2 കോഴ്സുണ്ട്. MA സൈക്കോളജി ഉണ്ട്, പിന്നെ MSc CFT എന്ന് 2 കോഴ്സുണ്ട്. ഫാമിലി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്നാണ് കോഴ്സിൻ്റെ പേര്. അപ്പോൾ രണ്ടും നമുക്ക് ഈ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ഡിഫക്ട്സിനെ കുറിച്ചും അതിനെ ഡെപ്തായിട്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന 2 കോഴ്സുകളാണ്. നമ്മുടെ ഇഗ്നോയിൽ ഒരുപാട് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്ന കോഴ്സും കൂടിയാണ് MA സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇപ്പം വർക്കിംഗ് പ്രൊഫഷണൽസ് ചെയ്യാറുണ്ട്, പിന്നെ ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട്, പിന്നെ ഹൗസ് വൈഫ്സ്, പിന്നെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും കോഴ്സ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സ് പഠിച്ചിറങ്ങുന്നവർക്ക് പലർക്കും നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരെ ട്രെയിൻ ചെയ്യാനും കൗൺസിലിംഗ് ചെയ്യാനും ഉള്ള അവസരം നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു കോഴ്സാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ കോഴ്സ് പഠിക്കുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ ഇതായ പല സമൂഹത്തിലെ പല പ്രോബ്ലംസിനെയും സോൾവ് ചെയ്യാനും അവ കണ്ടുപിടിപ്പിക്കാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുകയാണ്. വളരെ ശരിയാണ്. പക്ഷേ പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ സഹിത്തിന് അറിയാമായിരിക്കും, ഈ ടൈപ്പ് കോഴ്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാംസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ടാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ കുറവായിരുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കോളേജിൽ ചെന്ന് പഠിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അതിനേക്കാളും ഒക്കെ അതൊക്കെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാമെന്ന് വെച്ചാലും ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരുന്നു ഈ സൈക്കോളജിയുടെ ഒക്കെ ഫീൽഡിലുള്ള. പക്ഷേ നമ്മളുടെ ഇഗ്നോയുടെ പ്രോഗ്രാംസ് വളരെ പരിമിതമായിട്ടുള്ള ഫീസാണ്. മിനിമം നമുക്ക് ഇഗ്നോ സൈക്കോളജി കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ ഒരു കുട്ടിക്ക് 2 വർഷം കൊണ്ട് 30,000 രൂപയ്ക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്, ഫുൾ കോൺടാക്ട് സെഷൻസ് അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്, പ്രാക്ടിക്കൽസ് അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. എന്തിനു കൂടുതൽ പറയുന്നു, ഈവൻ പ്രോജക്റ്റ് ഇവാലുവേഷനും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാ സപ്പോർട്ടും നമ്മൾ ഈ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം അത് തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു ഒരു അനുഗ്രഹമാണ് ഈ ടൈപ്പ് കോഴ്സസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം കണ്ടുവരുന്ന വേറൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സൊസൈറ്റിയിലെ എൻവയൺമെൻറ്റ് ടോട്ടലായിട്ട് ഡീഗ്രേഡ് ചെയ്യുകയാണ്. ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പം ഞാൻ അടുത്ത കാലത്ത് കണ്ട ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ലോകത്തെ ഏകദേശം 60% വാട്ടർ ബോഡീസ് കണ്ടാമിനേറ്റഡ് ആണെന്നാണ് പറയുന്നത്. അത് മിനിമൽ കണ്ടാമിനേഷൻ്റെ ഒരു അസസ്മെൻറ്റ് വെച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരിക്കുള്ള കണ്ടാമിനേഷൻ നോക്കിയാൽ അത് അതിന് പല മടങ്ങുമായിരിക്കും. പിന്നെ സജിത്തിനൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ കാർബൺ ന്യൂട്രൽ പ്രോഗ്രാംസ് പോലത്തെ പ്രോഗ്രാംസിൽ അസോസിയേറ്റ് ആയ ഒരാളാണ്. അപ്പം സജിത്തിന് അറിയാം ഏതെങ്കിലും പ്രോഗ്രാംസ് നമ്മളുടെ ഇഗ്നോയിൽ ഈ എൻവയൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത്? MSc എൻവയൺമെൻറ്റ് സയൻസ് എന്ന കോഴ്സുണ്ട്. അതുമാത്രമല്ല MSc റിന്യൂവബിൾ എനർജി എന്നൊരു കോഴ്സും ഉണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും എൻവയോൺമെൻറ്റ് അഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ പ്രോബ്ലംസാണ് ഫേസ് ചെയ്യുന്നത് പഠിക്കാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതുവഴി തരുന്നുണ്ട്. MSc എൻവയോൺമെൻറ്റ് സയൻസും അതുപോലെ MSc റിന്യൂവബിൾ എനർജിയും 2 പ്രോഗ്രാം. അത് ഒരുപാട് ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ കൂടുതലും ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. കാരണം ഈ എൻവയോൺമെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും അവിടെ എന്തൊക്കെ നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റ് ബാധിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്നും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതുവഴി നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് 2 വർഷത്തെ കോഴ്സാണ്. നമുക്ക് അതിനും മിനിമം എമൗണ്ട് മാത്രമേ ഫീസായിട്ട് വരുന്നുള്ളൂ. ഒരു മാക്സിമം ഒരു 2 വർഷത്തേക്കുള്ള ഒരു 28,000 ആ റേഞ്ചിൽ ഫീസ് വരുന്നുള്ളൂ. അത് ശരിയാണ്, സജിത്ത് പറഞ്ഞ വളരെ കറക്റ്റ് കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോഴത്തേക്ക് നമ്മളുടെ എൻവയൺമെൻറ്റും റിലേറ്റഡ് ആസ്പെക്ട്സിലും ഒക്കെ ഒത്തിരി അധികം ഫോക്കസ് ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ മൂന്നാമത് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ കോഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ആ ഡ്യൂറേഷൻ ഫിക്സ്ഡ് ആയിരുന്നു, അല്ലേ? ഇപ്പം 2 വർഷം കൊണ്ട് നമുക്കൊരു മിനിമം 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. ഇപ്പോൾ റെഗുലർ കോഴ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ നമ്മുടെ ഇഗ്നോ എന്ന് വെച്ചാൽ മാസ്റ്റർ പ്രോഗ്രാം 2 വർഷം മിനിമം പീരീഡ്, മാക്സിമം പീരീഡ് 4 വർഷം കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് 2 വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആണെങ്കിൽ നമുക്ക് അടുത്ത 2 ഇയറും കൂടി നമുക്ക് എക്സ്ട്രാ തരികയാണ്. ഇപ്പം നമുക്ക് എക്സാം വരുന്നത് ഇയർലി ആണെങ്കിലും
ഓരോ 6 മാസം കൂടുതൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റും. ഒരു മിനിമം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 6 മാസത്തിലൊരിക്കൽ എക്സാം എഴുതാൻ പറ്റും. ഇപ്പം നമുക്ക് 2 വർഷം കൊണ്ട് കോഴ്സ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെയും നമുക്കൊരു ചാൻസ് ഉണ്ട്. 4 വർഷം വരെ നമ്മൾ മാക്സിമം പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ വാലിഡിറ്റി കഴിയൂ. അപ്പം ഒരു മിനിമം പീരീഡ് എന്ന് പറഞ്ഞാൽ 2 വർഷവും മാക്സിമം പീരീഡ് 4 വർഷവും നമുക്കൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യാൻ നമുക്ക് അവസരമുണ്ട്. അത് പല യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ ലഭ്യമല്ല. പക്ഷേ ഇഗ്നോയിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ശരിയാണ് ശ്രീ സജിത്ത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു അഡ്വാൻറ്റേജാണ് നമ്മളുടെ കുട്ടികൾക്ക്. പലപ്പോഴും നമുക്കറിയാം, ഇപ്പം പരീക്ഷയുടെ സമയത്തായിരിക്കും നമ്മളുടെ വീട്ടിലൊരു കല്യാണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരിക. അപ്പം നമുക്ക് ആ സമയത്ത് തന്നെ പരീക്ഷ എഴുതി പാസ്സാകണമെന്ന് ഇല്ല. നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഇച്ചിരി അങ്ങോട്ട് ലേറ്റ് ആയാൽ പോലും നമുക്ക് ആ പ്രോഗ്രാം എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതൊരു വളരെ നല്ല സിസ്റ്റം തന്നെ. ഇപ്പം അടുത്ത കാലത്ത് നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യം ക്രെഡിറ്റ് സിസ്റ്റം. ഇപ്പം അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കമ്പൽസറി ആയിട്ട് കൊണ്ടുവന്നതിൻ്റെ ശേഷമാണ് ആൾക്കാർ കേൾക്കുന്നത്. പക്ഷേ നമ്മളുടെ ഇഗ്നോയിൽ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഇഗ്നോ തുടങ്ങിയ കാലം തൊട്ട് ഈ ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പം ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ ഏതായാലും ഇഗ്നോയിൽ ചേഞ്ച് ചെയ്തിട്ടില്ല. ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 30 സ്റ്റഡി അവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും പല ആൾക്കാർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള എന്താണ് ഈ ക്രെഡിറ്റ്, എന്തിനാണ് ഈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി എംഫസൈസ് ചെയ്യുന്നതെന്ന് ഉള്ള ഒരു പോയിന്റ് വരാറുണ്ട്. നമുക്ക് പലപ്പോഴും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടെയാണ് എന്താണ് ഈ ക്രെഡിറ്റ്. ഈ ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അത് ആ ക്ലാസ്സിൽ ചെന്ന് അറ്റൻഡ് ചെയ്യുന്ന ഡ്യൂറേഷൻ മാത്രമൊന്നുമല്ല. ഇത് നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽ എത്ര വായിക്കുന്നുണ്ട്, പിന്നെ സ്റ്റഡി മെറ്റീരിയൽ മനസ്സിലാക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ട്, പിന്നെ ഈ അസൈൻമെൻറ്റ് എഴുതാൻ എത്രയും സമയം എടുക്കുന്നുണ്ട്, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ നടത്തിയാൽ അതിനെത്ര സമയം എടുക്കുന്നുണ്ട്. ഇതിൽ ഈ കാര്യങ്ങളെല്ലാം ചേർന്ന ഒരു കോമ്പസിറ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ് ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അത് പല ആൾക്കാരും മനസ്സിലാക്കുന്നില്ല. ഈ ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 30 മണിക്കൂർ എന്നൊക്കെ കേൾക്കും പല കുട്ടികളും പേടിച്ചു പോകാറുണ്ട്. അവർ വിചാരിക്കും 30 മണിക്കൂർ ഞാൻ പഠിച്ചാലേ ഒരു ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാത്തുള്ളൂ. ഓരോ പേപ്പറും 8 ക്രെഡിറ്റ് ഒക്കെ ആണല്ലോ, ഇതെന്താണെന്നൊക്കെ പറഞ്ഞ് അവർ ആകെ അന്താളിച്ചു പോകാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവരെ ഇപ്പം നമ്മളിപ്പം ഇരുന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ പോലും ക്രെഡിറ്റ് വരുന്നത്. ഇപ്പം നമ്മൾ ചുമ്മാ ഇരുന്ന് സബ്ജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്താൽ പോലും ആ ക്രെഡിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഈ ക്രെഡിറ്റിന്റെ വേറൊരു ഗുണമുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഇടയ്ക്ക് വിട്ടേച്ച് പോയി പിന്നെ വന്ന് നമുക്ക് ജോയിൻ ചെയ്ത് മുമ്പിലേക്ക് പോകാൻ പറ്റത്തില്ല. ആ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ക്രെഡിറ്റ് സിസ്റ്റമാണ്. ഒരിക്കൽ ക്രെഡിറ്റ്സ് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വന്ന് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. വേറൊരു യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ മൾട്ടിപ്പിൾ എക്സിറ്റ് എൻട്രി സിസ്റ്റംസും ഓപ്ഷൻസും ഒക്കെ കൊടുക്കുന്നത് ഈ ക്രെഡിറ്റ് സിസ്റ്റമാണ്. അതുകൊണ്ട് ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ ജനറൽ ആയിട്ടുള്ള പബ്ലിക്കിന് ഒരു പുതിയ കാര്യമാണെങ്കിലും പണ്ട് തൊട്ടേ ഇഗ്നോയിൽ ജനറലായിട്ട് ഈ ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അതുകൊണ്ട് ഇഗ്നോയെ സംബന്ധിച്ച് ഈ ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു പുതുമയുള്ള കാര്യമേ അല്ല. പിന്നെ അടുത്ത വേറൊരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയത് അതെന്താണെന്ന് വെച്ചാൽ, സജിത്തിന് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ കാലത്ത് ഒരു വലിയ ക്രേസ് ആയിരുന്നു ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. ഈ IIM, ഈ XLRI ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി എനിക്കറിയാം എൻ്റെ തന്നെ പല ക്ലാസ്മേറ്റ്സും 1ഉം 2ഉം വർഷമൊക്കെ കോച്ചിങ്ങിന് പോയായിരുന്നു. എൻട്രൻസ് ക്വാളിഫൈ ആവണം, ഒരുപാട് കടമ്പകൾ എല്ലാം വേണം. പക്ഷെ ഇപ്പം ഇഗ്നോയില് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. ആർക്ക് വേണോ MBA എടുക്കാം. മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് 50% മാർക്കുള്ള ആർക്ക് വേണം. ഏത് ഡിഗ്രി പാസ്സായവർക്കും മിനിമം 50% മാർക്ക് ഗ്രാജുവേറ്റ് ലെവലിൽ ലഭിച്ചവർക്ക് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യാം. പിന്നെ റിസർവ് കാറ്റഗറിക്കാർക്ക് ഒരു റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. 45% ഉള്ളവർക്കും MBA ജോയിൻ ചെയ്യാം. നമുക്ക് MBA നമുക്ക് ഒരുപാട് സ്ട്രീം നമുക്ക് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ് കൺസ്ട്രക്ഷൻ മാനേജ്, MBA ഇൻ കൺസ്ട്രക്ഷൻ മാനേജ്. അതൊക്കെ വളരെ പലയിടത്തും ഇല്ലാത്ത കോഴ്സാണ്. പിന്നെ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, ഇങ്ങനെ ഒരു വ്യത്യസ്തമായ കോഴ്സുകൾ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു 8 ടൈപ്പ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം തന്നെ ഇഗ്നോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാ സ്റ്റുഡൻസിനും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇഗ്നോ മാനേജ്മെൻറ്റ് പ്രോഗ്രാമിൽ കൊടുക്കും. പിന്നെ ബാങ്കിങ് പ്രൊഫഷണൽസിന് വേണ്ടി ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് എന്നൊരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് MBA പ്രോഗ്രാമിന് മിനിമം നമുക്ക് ഒരു സെമസ്റ്റർ നമുക്ക് 4 സെമസ്റ്ററാണ് വരുന്നത്. ഒരു സെമസ്റ്ററിന് ഒരു 16,000 റുപ്പീസാണ് ആവറേജ് നമുക്ക് വരുന്നത് ഒരു സെമസ്റ്റർ. അപ്പോൾ നമുക്കൊരു ടോട്ടൽ ഒരു 60,000
പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു MBA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വെളിയിൽ വേറെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിത് ഈ ഒരു മിനിമം എമൗണ്ടിൽ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു 60,000 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു MBA കിട്ടുന്നുണ്ട്. അതും വൈഡ് റേഞ്ച് ഓഫ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. മാത്രമല്ല അത് പറയാം, നമ്മൾ എംഫസൈസ് ചെയ്യേണ്ട ഒരു വലിയ പോയിന്റ് ഉള്ള എന്താണെന്ന് വെച്ചാൽ അത് AICTE അപ്രൂവ്ഡ് ആണ്. അതെ, ഡിസ്റ്റൻസ് മോഡൽ എനിക്കറിയത്തില്ല വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ MBA പ്രോഗ്രാം AICTE അപ്രൂവ്ഡ് ആണോ എന്നറിയില്ല. അതെ, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ളി AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, MBA പ്രോഗ്രാം നമുക്ക് ഈ തുച്ഛമായ ഈ ഫീസിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് പലർക്കും അറിയത്തില്ല. അൺഫോർച്ചുനേറ്റ്ലി പലരും ഈ വ്യാജ സ്ഥാപനങ്ങളുടെയൊക്കെ പുറകെ പോകാറുണ്ട്. അവർ വിചാരിക്കുന്നു ഈ ഒരു ഫാൻസി പേരൊക്കെയുള്ള MBA പ്രോഗ്രാംസ് ഒക്കെ ചെയ്താൽ അവർക്ക് സൊസൈറ്റിയിൽ ഭയങ്കര അംഗീകാരമായിരിക്കും കിട്ടുന്നതെന്ന്. പക്ഷേ അതല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഇവിടുത്തെ ഇത്രയും ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു MBA പ്രോഗ്രാം ഉള്ളപ്പം എന്തിനാണ് അവർ വെളിയിൽ പോകുന്നത്? അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ലല്ലോ അവർക്ക്. അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ അടുത്തേക്ക് ആ ഇൻഫർമേഷൻ എത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം ഇപ്പം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ വർക്ക്. അത് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വലിയ സോഷ്യൽ ഇഷ്യൂസ് നിറഞ്ഞു കിടക്കുന്ന ഒരു കാലമാണ്. എവിടെ പോയാലും സോഷ്യൽ ഇഷ്യൂസ് ഉള്ളൂ. ഓൾഡ് ഏജ്, ഡിപ്പെൻഡൻസി, ഡ്രഗ് അബ്യൂസ്, ഇതുപോലത്തെ ഇഷ്ടം പോലത്തെ സോഷ്യൽ പ്രോഗ്രാംസ് ഇപ്പം ലോകം മാത്രമല്ല ഇന്ത്യയിലും ഉണ്ട്. പക്ഷേ അത് സോൾവ് ചെയ്യാനായിട്ടുള്ള ടൂൾസ് നമ്മളുടെ ജനതയുടെ അടുത്തില്ല. പക്ഷേ അതാണ് അവിടെയാണ് നമ്മളുടെ ഇഗ്നോയുടെ ഈ സോഷ്യൽ വർക്ക് റിലേറ്റഡ് പ്രോഗ്രാംസിന്റെ ആ ഗുണം മനസ്സിലാക്കുന്നത്. നമ്മളുടെ സോഷ്യൽ വർക്ക് റിലേറ്റഡ് പ്രോഗ്രാംസ് വൈഡ് റേഞ്ച് ഓഫ് ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് രണ്ട് സോഷ്യൽ വർക്കിന് ജനറൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കും ഉണ്ട്, സോഷ്യൽ വർക്ക് കൗൺസിലിംഗും ഉണ്ട്. അപ്പോൾ കൗൺസിലിംഗ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കൗൺസിലിംഗ് ആ ഫീൽഡ് എടുക്കാം. അല്ലാതെ ജനറൽ MSW എന്നുള്ള കോഴ്സ് വേണമെന്നുള്ളവർക്ക് അത് എടുക്കാം. അപ്പോൾ അതിൽ കൗൺസിലിംഗ് എടുക്കുന്നവരാണ് കൂടുതൽ. കാരണം സൊസൈറ്റിയുമായിട്ട് കൂടുതൽ അടുക്കാൻ ഈ കൗൺസിലിംഗ് കൊണ്ട് പറ്റും. കാരണം പലരുടെയും പല സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ പലരുടെയും പല കാര്യങ്ങളും നമുക്ക് കൗൺസിലിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അവിടെ അനുഭവിക്കുന്ന പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ അത് ഇല്ലാതാക്കാം എന്നൊക്കെ രീതിയിൽ പഠിക്കാൻ വേണ്ടി നമുക്ക് ഈ സോഷ്യൽ വർക്ക് കൗൺസിലിംഗ് എന്നുള്ള കോഴ്സ് നമുക്ക് ഇഗ്നോയിൽ ഒരുപാട് സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു MA സൈക്കോളജി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്യുന്ന ഒരു കോഴ്സ് MS കൗൺസിലിംഗ് ആയിരിക്കും, നമ്മുടെ MSW ആയിരിക്കും. അത് മാത്രമല്ല ഗ്രാജുവേഷൻ ലെവലിലും BSW പ്രോഗ്രാമും ഉണ്ടല്ലോ. BSW ഉണ്ട്. അത് പിന്നെ വേറൊരു പ്രോഗ്രാമിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം. ഇന്ന് നമ്മൾ മോസ്റ്റ്ലി മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസിനെ പറ്റിയാണല്ലോ ഡീൽ ചെയ്യുന്നത്. അപ്പം മാസ്റ്റേഴ്സ് ഡിഗ്രി ഈ സോഷ്യൽ വർക്കിലുള്ള ഈ MSW പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത ഫീൽഡ് വിസിറ്റാണ്. അതപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാൻഡ്സ് ഓൺ കമ്പൽസറി കമ്പോണൻറ്റ്. ഏത് ടൈപ്പ് MSW എടുത്താലും ആ ഫീൽഡ് വിസിറ്റ് ഒരു കമ്പൽസറി കമ്പോണൻ്റ് ആണ്. ആ ഫീൽഡ് വിസിറ്റിൽ തന്നെ അവർക്ക് ഒത്തിരി ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടല്ലേ? അതെ, അവർക്ക് ആ ഫീൽഡിൽ നടക്കുന്ന നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതെ, അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റുഡൻസിന് കിട്ടുന്നത്. അതെ, പലരും ഒരു ഡിസ്റ്റൻസ് മോഡിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് കുറവായിരിക്കും. കാരണം അവർക്ക് പക്ഷേ അത് നമ്മുടെ കമ്പൽസറി കമ്പൗണ്ടാണ്. ഫീൽഡ് വർക്ക് എന്നൊരു കമ്പൽസറി ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയറിലും ഈ ഫീൽഡ് വർക്ക് കമ്പൽസറിയാണ്. അപ്പോൾ അതുവഴി നമുക്ക് ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അതേ സമയത്ത് തന്നെ ഈ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാനും ഈ ടൈപ്പ് പ്രോഗ്രാംസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമ്മളുടെ മനസ്സിൽ വരുന്ന വേറൊരു ഏരിയയാണ് ടൂറിസം. എസ്പെഷ്യലി നമ്മളുടെ കേരളം എന്ന് പറഞ്ഞാൽ ടൂറിസത്തിന്റെ ഒരു ഹബ്ബാണെന്നാണ് നമ്മൾ പറയുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വെറുതെ അല്ല പറയുന്നത്. ലോകം മുഴുവനുള്ള യാത്രകൾ ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി കേരളം വിസിറ്റ് ചെയ്യാതെ പോകാറില്ല. അപ്പോൾ ഈ കേരളത്തിൽ ഈ ടൂറിസത്തിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ളപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടൂറിസത്തിനെ സയൻറ്റിഫിക് ആയിട്ട് നടത്താൻ ഉള്ള ടൂൾസ് നമ്മളെ ടൂറിസ്റ്റ് ഇൻഡസ്ട്രിയുടെ ആൾക്കാരുടെ അടുത്ത് കാണണം. അത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു ബാലൻസ്ഡ് എക്കോസിസ്റ്റം മോഡൽ ഫോളോ ചെയ്യാതെ ആൾക്കാർ എൻവയൺമെൻറ്റൽ ഡീഗ്രഡേഷൻ നടക്കുകയും പിന്നെ വരുന്ന ടൂറിസ്റ്റ് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തിരിച്ചു പോവുകയും പിന്നെ പല കംപ്ലയിൻറ്റ്സ് വരുന്ന സിനാരിയോ ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇഗ്നോ ഇതെല്ലാം മുൻകണ്ടുകൊണ്ട് ഒരു നല്ലൊരു ടൂറിസം പ്രോഗ്രാം നടത്തുന്നുണ്ട്. മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദമായി. നമുക്ക് ടൂറിസം മാസ്റ്റർ ഇൻ ടൂറിസം മാനേജ്മെൻറ്റ് എന്നൊരു കോഴ്സുണ്ട്. അത് 2 വർഷത്തെ കോഴ്സാണ്. അത് നമ്മൾ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ടൂറിസത്തിൻ്റെ
പല പല മേഖലകളിൽ എങ്ങനെയാണ് ടൂറിസം ആക്ടിവിറ്റീസ് നടത്തുന്നത്. മിനിമം നമുക്ക് അതിൻ്റെ ടൂറിസത്തിൻ്റെ 2 വർഷത്തെ കോഴ്സിന് വരുന്ന മിനിമം എമൗണ്ട് എന്നൊരു 18,000 ആണ് 1 ഇയർ വരുന്നത്. അപ്പം ടോട്ടൽ 36,000 നമുക്കൊരു 36,000 നമുക്ക് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഒരു പ്രോജക്റ്റ് കമ്പണൻ്റ് ഉണ്ട്. പ്രോജക്റ്റ് നമ്മുടെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നമുക്ക് അതിനെ കൂടി ചെയ്യാൻ പറ്റും. അതൊരു തീസിസായിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ നമ്മുടെ അതും നമുക്ക് 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് 4 വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആ പ്രോഗ്രാമിനും ഉണ്ട്. അതിന് തിയററ്റിക്കൽ പാർട്ടും ഉണ്ട്, അസൈൻമെൻറ്റ് പാർട്ടും ഉണ്ട്, പിന്നെ പ്രോജക്റ്റ് പാർട്ടും ഉണ്ട്. ഇത് 3ഉം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് സക്സസ്ഫുള്ളായിട്ട് ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ലാതെ നമ്മൾ പലപ്പോഴും പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ചില ഏരിയാസിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ അതിനൊരു ഇമ്പോർട്ടൻസ് ഉള്ളെന്നൊക്കെ ആയിരുന്നു പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത്. സയൻസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് ആ പെർസ്പെക്റ്റീവ് അങ്ങ് മാറിയല്ലേ. ഇന്നെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പല കോളേജസിലും എക്കണോമിക്സ്, കോമേഴ്സ് ഇതിനൊന്നും അഡ്മിഷൻ കിട്ടുന്നില്ല. മാസ്റ്റർ ഡിഗ്രി പോയിട്ട് ഗ്രാജുവേഷന് പോലും എക്കണോമിക്സിനും കോമേഴ്സിനും ഒക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ വളരെ ഹൈ മാർക്സ് വേണം. പക്ഷേ ഒത്തിരി കുട്ടികളുണ്ട് ഈ ഫീൽഡിൽ നോളജ് അക്വയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഇഗ്നോ സിസ്റ്റം ഒരു മാതൃക തന്നെയാണ്. അതെ അതെ അതെ. നമുക്ക് ഇഗ്നോയിൽ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ എംകോമിനായാലും MA എക്കണോമിക്സിനായാലും ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ നമുക്ക് ഈ കോഴ്സുകൾക്കൂടെ വലിയ താല്പര്യമില്ലാത്ത കുട്ടികളായിരുന്നു. പക്ഷേ ഇപ്പം ഈ പ്രോഗ്രാമിന് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് MA സോഷ്യോളജി, ഹിസ്റ്ററി, ഇംഗ്ലീഷ്, അങ്ങനെ ഒരു വിവിധ ഇനത്തിൽ നമുക്ക് എല്ലാ കോഴ്സുകൾക്കും ഇപ്പം ലാംഗ്വേജ് ഉൾപ്പെടെ എല്ലാത്തിനും നമുക്ക് ഇതിനൊരു കോഴ്സുണ്ട്. ഇപ്പം ഫോറിൻ ലാംഗ്വേജസ് ഒരുപാടുണ്ട്. MA ഇൻ റഷ്യൻ ലാംഗ്വേജ്, സ്പാനിഷ് ലാംഗ്വേജ്, ഫ്രഞ്ച് ലാംഗ്വേജ്, അങ്ങനെ എല്ലാ മേഖലകളിലുള്ള കോഴ്സും ഇഗ്നോയിൽ ലഭ്യമാണ്. ശരിയാണ്, അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതുമാത്രമല്ല, ഞാൻ അടുത്ത കാലത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇഗ്നോ സ്റ്റഡി മെറ്റീരിയൽ കൈവച്ചുകൊണ്ട് കുട്ടികൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ കൗതുകം കണ്ട് ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ ഇഗ്നോ സ്റ്റുഡൻ്റ് ആണോ എന്ന്. അവർ പറഞ്ഞു അല്ല, ഇഗ്നോ സ്റ്റുഡൻ്റ് അല്ല ഞാൻ. പിന്നെ ചോദിച്ചു പിന്നെന്താ ഇത് പ്രിപ്പയർ ചെയ്യുന്ന. പറയാ, ഒന്ന് ഞങ്ങളുടെ കോളേജ് ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി, ഇത് നല്ല റിച്ച് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ. രണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി ഈ സ്റ്റഡി മെറ്റീരിയലിനേക്കാളും ബെറ്റർ ആയിട്ടില്ല. അതുകൊണ്ട് സിവിൽ സർവീസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കൂടുതലും നമ്മുടെ ഇഗ്നോ സ്റ്റഡി മെറ്റീരിയലാണ് അതാണ് എടുക്കുന്നത്. ഞാൻ തന്നെ അതിശയിച്ചു പോയി. ഇത്രയും കുട്ടികൾ നമ്മളുടെ മെയിൻ സ്ട്രീമായിട്ട് നമ്മളുടെ കോഴ്സസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് പഠിക്കുന്ന കുട്ടികളല്ലാതെ തന്നെ വെളിയിൽ ഒത്തിരി പേര് നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്ത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ അഡ്വാൻറ്റേജ് ശരിക്കും ഇഗ്നോ സ്റ്റഡി മെറ്റീരിയൽസിനുണ്ട്. അതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ ഫീൽഡിലെ എക്സ്പേർട്സ് ആണ്. ഇപ്പം മാനേജ്മെന്റ് ആണെങ്കിൽ മാനേജ്മെന്റ് ഫീൽഡിലെ എക്സ്പേർട്സ്, സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് ഫീൽഡിലെ എക്സ്പേർട്സ്, അങ്ങനത്തെ ആൾക്കാരാണ് ഈ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ റീച്ചും എല്ലാം ഡെഫിനറ്റ്ലി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സൈത്തിന് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല, ഈ കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് നമ്മളുടെ ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയലിനെ ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ഇൻ ദ കോമൺവെൽത്ത് എന്നുള്ള അവാർഡും തന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ആ റീച്ചും റേഞ്ചും ആ ക്വാളിറ്റിയും എല്ലാം വളരെ നല്ലതാണ്. പിന്നെ പ്രത്യേകം സൂചിപ്പിക്കേണ്ട ഒരു കാര്യം ഇഗ്നോയുടെ ഡെലിവറി മെക്കാനിസമാണ്. ഡെലിവറി മെക്കാനിസം എനിക്ക് തോന്നുന്ന ഓപ്പൺ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൽ ഇഗ്നോയെ വെല്ലാൻ വേറെയില്ല. നമ്മളുടെ സ്റ്റഡി സെൻറ്ററിലെ കൗൺസിലിംഗ് സെഷൻസ് ആണെങ്കിലും നമ്മളുടെ ഓഡിയോ വിഷ്വൽ മെക്കാനിസം വഴിയുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻസ് വളരെയധികം കൂടിയല്ലോ. നമുക്ക് നമ്മളുടെ റീജിയണൽ സെൻറ്ററിൽ തന്നെ ലോക്കൽ ലാംഗ്വേജിൽ പ്രക്ഷേപണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ചാനൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, പണ്ടത്തെ ഗ്യാൻ ദർശൻ, ഗ്യാൻവാണി അതെല്ലാം ഉണ്ട് കാര്യം. അപ്പം ഇത്രയും ഫെസിലിറ്റീസ് വെച്ച് സ്റ്റുഡൻസിന് പഠിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഔട്ട്പുട്ടും വളരെയധികം ബെറ്ററായിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഈ പ്രോഗ്രാംസിനെ പറ്റി കൂടുതൽ ഒരു ഇൻറ്റൻസീവായിട്ട് വിശ്ലേഷണം ചെയ്ത ലാംഗ്വേജസിനെ പറ്റി സജിത്ത് കുറച്ച് നേരം മുമ്പ് പറഞ്ഞായിരുന്നു. ഇപ്പം ഫോറിൻ ലാംഗ്വേജസ് മാത്രമല്ല, ഇന്ത്യൻ ലാംഗ്വേജസ് എടുത്തു നോക്കിയാലും ഹിന്ദി, സംസ്കൃതം ട്രഡീഷണൽ ഇന്ത്യൻ ലാംഗ്വേജസ്, പിന്നെ സംസ്കൃതവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ ജ്യോതിഷമുണ്ട്, ഭഗവത്ഗീത സ്റ്റഡീസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ഇപ്പം ഇഗ്നോയിൽ വന്നിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാംസ് ഒക്കെ പഠിക്കണമെങ്കിൽ
ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകേണ്ടി വരും. ലാംഗ്വേജ് സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഫീൽഡ് സ്പെഷ്യലൈസേഷൻ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെന്ന് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇഗ്നോയിൽ തന്നെ അതൊക്കെ ഉണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുഡ് സയൻസ്. ഇപ്പം ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ലോകത്ത് ഒരു മേജർ കൺസേൺ ഉള്ള ഒരു ഏരിയ. ഒന്ന്, അവൈലബിലിറ്റി ഓഫ് ഫുഡ്. അത് ലോകത്ത് മുഴുവൻ ഒരു ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. പല കൺട്രീസിലും ഇപ്പം ഫുഡ് അവൈലബിലിറ്റി തന്നെ ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. 2, പ്രൈസ് ഓഫ് ഫുഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആയിട്ടുണ്ട്. പിന്നെ ന്യൂട്രിഷൻ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിഷനാണ്. ഫുഡ് അവൈലബിൾ ആണെങ്കിലും ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള ഫുഡ് ഇല്ലെങ്കിൽ അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് അപ്പം ആ ഏരിയ ഡീൽ ചെയ്യുന്ന ഒത്തിരി പ്രോഗ്രാംസ് MSc DFSM എന്നുള്ള കോഴ്സുണ്ട്, MSc ഹോം സയൻസ് എന്നുള്ള പുതിയ കോഴ്സ് വന്നിട്ടുണ്ട്. അതെല്ലാം ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഇപ്പം MSc ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്. MSc FSQM എന്നൊരു കോഴ്സുണ്ട്. അതൊക്കെ ഒരു മേജർ റെവല്യൂഷണറി പ്രോഗ്രാം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ലാത്ത രീതിയിൽ, അതും ഡിസ്റ്റൻസ് മോഡിൽ. ഡിസ്റ്റൻസ് മോഡ് എന്ന് പറയുമ്പോൾ അതിന്റെ റിഗറും പ്രാക്ടിക്കബിലിറ്റിയും കുറഞ്ഞ രീതിയിലല്ല നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്കുള്ള പ്രാക്ടിക്കൽ കമ്പോണൻസും എല്ലാം ട്രെയിനിങ്ങും എല്ലാം കൊടുക്കുന്നുണ്ട്. അത് ഇൻഫാക്ട് എനിക്ക് തോന്നുന്ന റെഗുലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ റിഗറസ് ആയിട്ടാണ് നമ്മൾ ഇഗ്നോയിൽ കൊടുക്കുന്നത്. നമ്മുടെ സ്റ്റഡി സെന്റർ, അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. ആ സ്റ്റഡി സെന്റർ വഴി അവർക്ക് വേണ്ട സപ്പോർട്ടല്ല, സ്റ്റുഡൻറ്റ് സപ്പോർട്ടും ഇപ്പം ലാബ് ആയാലും പ്രാക്ടിക്കലിൻ്റെ എല്ലാ കോഴ്സും അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരു റെഗുലർ മോഡ് പഠിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇഗ്നോയിൽ ഈ കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റും. അതുമാത്രമല്ല, അടുത്ത കാലത്ത് നമ്മളുടെ ഇവിടെ അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ഒരു പ്രൊഫസറുമായിട്ട് എനിക്ക് സംസാരിക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവിടുത്തെ MSc കെമിസ്ട്രി, MSc ഫിസിക്സ്, സുവോളജി ഈ പ്രോഗ്രാംസിനൊക്കെ കുട്ടികളില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ തന്നെ കുട്ടികളില്ല. അതേ സമയത്ത് കോളേജസിന്റെ പറയേണ്ട കാര്യമേ ഇല്ല. പക്ഷെ നമ്മളുടെ ഇവിടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ ഒരു സെഷനിൽ തന്നെ നമുക്ക് ഒരു മിനിമം 150 സ്റ്റുഡൻസ് ഫിസിക്സ്, കെമിസ്ട്രി പോലത്തെ കോഴ്സുകൾ വരുന്നുണ്ട്. അതെ. പക്ഷെ റെഗുലർ കോളേജുകളിൽ അത് വളരെ ഇപ്പം ഒരുപാട് സീറ്റ് വേക്കൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അല്ല, അതിന്റെ ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളുടെ ഇവിടെ ഉള്ള ഫ്ലെക്സിബിലിറ്റി, 2 ക്വാളിറ്റി. നമ്മൾ ഒരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തല്ല ഈ കാര്യങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ തന്നെ ആ സ്റ്റുഡൻസിന് കിട്ടുന്ന ആ ടൈപ്പ് ആ ഒരു വൈബ്, ആ പ്രോഗ്രാം റിലേറ്റഡ് വൈബ്, അത് വളരെ വലുതാണ്. അതിൽ നിന്നുള്ള പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വളരെ കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഈ പ്രോഗ്രാംസ് ഒക്കെ ഡെലിവർ ചെയ്യുന്ന സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് സെന്റേഴ്സ് ആണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ മാറിവാനിസ് പ്രോഗ്രാം, അപ്പം മാറിവാനിസ് കോളേജ്, അവിടെയാണ് ഈ MSc ഫിസിക്സ്, അതെ, ഇതുപോലത്തെ ടെക്നിക്കൽ പ്രോഗ്രാംസും എല്ലാം അവിടെയാണ് നമ്മൾ നടത്തുക. അപ്പോൾ അവരുടെ ക്വാളിറ്റി ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈപ്പ് പ്രോഗ്രാംസ് ODL മോഡിൽ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അതുമാത്രമല്ല, ഒരു വാക്ക് നമ്മളുടെ ഓൺലൈൻ പ്രോഗ്രാമിനെ പറ്റി പറയാതിരുന്ന തെറ്റായി പോകും. പലർക്കും അറിയത്തില്ല, നമ്മൾ ഓൺലൈൻ മീൻസ് വഴി ഏകദേശം 40 പ്രോഗ്രാമും കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പല പ്രോഗ്രാംസും ഓൺലൈൻ മോഡലും ഉണ്ട്. എല്ലാം ഇല്ലെങ്കിലും കുറേയൊക്കെ ഉണ്ട്. MBA ഉണ്ട്, MCA ഉണ്ട്, MCOL ഉണ്ട്, MBA ഉണ്ട്. ഇതൊക്കെ ഓൺലൈൻ മോഡലും ODL മോഡലും 2 മോഡലും നമുക്ക് കൊടുക്കും. അതെ. ആ MCA എന്ന് പറഞ്ഞപ്പോഴാണ് MCA പറ്റി നമ്മൾ പറയാൻ ഉണ്ടായിരുന്നു ഇച്ചിരി കാര്യങ്ങൾ. MCA വളരെയധികം നല്ലൊരു സിലബസോടെ ഇപ്പം ഡെവലപ്പ് ചെയ്ത് അത് നമ്മളുടെ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡേറ്റാ സയൻസിൽ ആദ്യം സജിത്ത് പറയാൻ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞത് ഡേറ്റാ സയൻസിനെ പറ്റിയാണ്. അതൊരു വളരെ നല്ല പ്രോഗ്രാമാണ്. ആ ഡേറ്റാ സയൻസിന്റെയും MBAയും MCAയും അതുപോലത്തെ പ്രോഗ്രാംസ് എല്ലാം ഇൻഫർമേഷൻ സെക്യൂരിറ്റി, അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയുണ്ട്, MSc ഉണ്ട്, പിന്നെ ജിയോ ഇൻഫർമാറ്റിക്സ്, ഇതുപോലെ. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആണ് ഇഗ്നോയിലുള്ളത്. ശരിക്കും ഒരു സെഷൻ പോരാ നമുക്ക് ഇതൊക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ, അല്ലേ? ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാമായിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ടൈം. പക്ഷേ ഇന്നത്തെ ഈ സെഷൻ നമുക്ക് ഇപ്പം കൺക്ലൂഡ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഡ്മിഷൻ, നമ്മുടെ PG അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന തീയതി എന്ന് പറഞ്ഞാൽ ഈ മാസം ജനുവരി 31. അപ്പോൾ എല്ലാവരും ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി സമർത്ത് പോർട്ടലിനകത്ത് കയറിയിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇഗ്നോ സമർത്തിൽ ചെന്ന് എല്ലാവരും അഡ്മിഷൻ എടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യല്ലേ. ഇഗ്നോയുടെ ഹൈ ക്വാളിറ്റി പ്രോഗ്രാംസ് ചെയ്ത് നിങ്ങൾക്ക് കരിയർ അഡ്വാൻസ്മെൻറ്റും നിങ്ങൾക്ക് വേറെ പല പോസിറ്റീവ് കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. മിസ് ചെയ്യല്ലേ. സോ ഇന്നത്തെ